അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നില്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ മാധ്യമങ്ങൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ തലവൻ എന്ന് വിളിച്ചേനെ. പക്ഷേ പ്രസിഡന്റ് ആകുമ്പോൾ അങ്ങനെ വിളിക്കില്ലെന്ന് മാത്രമല്ല, ഭൂമി കൊള്ളക്ക് അദ്ദേഹം പറയുന്ന നുണകൾ നേരായി അവതരിപ്പിക്കുകയും ചെയ്യും. പൊളിഞ്ഞ നുണകൾ റീസൈക്കിൾ ചെയ്ത് ഇറക്കും. പല തവണ പറഞ്ഞത് ഇപ്പോഴും ആവർത്തിക്കേണ്ടി വരുന്നു. കാരണം ആദ്യ വൈറ്റ് ഹൗസ് വാർത്താ സമ്മേളനത്തിൽ തന്നെ ട്രംപ് പഴയ നുണ ആവർത്തിച്ചു. 2023 ഒക്ടോബറിലാണ് ഈ കള്ളം ആദ്യം ഇറങ്ങിയത്. ഹമാസ് കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്തു എന്ന്. കൃത്യത തോന്നിക്കാൻ പിന്നീട് എണ്ണം ചേർത്ത് 40 കുഞ്ഞുങ്ങൾ എന്നാക്കി. വെറുതെ കൊന്നതല്ല, കഴുത്തറുത്തതാണ് എന്നായി. പിന്നെ ആ ഭീകരതയുടെ 1-ാം പേജ് വർണ്ണനകൾ. കുറെക്കൂടെ സത്യസന്ധമായിരുന്നു റോയിറ്റേഴ്സ് പോലുള്ളവരുടെ റിപ്പോർട്ട്. കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രം ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടു, ജനപിന്തുണ നേടാൻ എന്ന്. ചിത്രങ്ങൾ വ്യാജം. ഇത് 2023 ഒക്ടോബറിൽ ഇറക്കിയ തന്ത്രം. ഒരു വർഷത്തിന് ശേഷവും ഇത് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ സത്യം എന്ന നിലക്ക് ആവർത്തിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അത് പിൻവലിച്ചു. വാസ്തവത്തിൽ ഇസ്രായേൽ ഈ കഥ ഇറക്കിയ 2023 ഒക്ടോബറിൽ ഇസ്രായേലി റിപ്പോർട്ടർമാർ തന്നെ അതിനെ ചോദ്യം ചെയ്തിരുന്നു. ഫോട്ടോ ജേർണലിസ്റ്റ് ഓറൻ സീവ് എഴുതി, മാധ്യമ സംഘം സ്ഥലം സന്ദർശിച്ച് മടങ്ങിപ്പോയ ശേഷമാണ് ഈ കഥയും ചിത്രങ്ങളും ഇറങ്ങുന്നത്. എന്നാൽ ഞങ്ങൾ ആരും ഇങ്ങനെയൊന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്തില്ല. ഞങ്ങളോട് സംസാരിച്ച സൈനികരും ഇതേപ്പറ്റി ഒരു വാക്ക് പറഞ്ഞില്ല. എന്നിട്ടും ആ കഥ സത്യമെന്ന നിലക്ക് ലോകമാകെ പരന്നത് മാധ്യമങ്ങൾ ഒത്തുകളിച്ചതുകൊണ്ടാണ്. വാർത്ത നുണയാണെന്ന് വിവിധ അന്വേഷണങ്ങൾ തെളിയിച്ചു. ഏതോ ഇസ്രായേലി പട്ടാളക്കാർ കണ്ടതായി പറഞ്ഞു കേട്ടത് വാർത്തയാക്കി വൻകിട മാധ്യമങ്ങൾ പോലും. ഈ കള്ളപ്രചാരണം ദുരന്ത ഫലമുണ്ടാക്കി. ഇസ്രായേൽ മുൻപും പിന്നീടും നടത്തിയ കുരുതികൾ ആ വ്യാജം വഴി ന്യായീകരിക്കപ്പെട്ടു. അതേസമയം ഒക്ടോബർ 7 തൊട്ട് മുമ്പ് പോലും ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീൻ കുട്ടികളെപ്പറ്റി വാർത്തയേ ഉണ്ടായില്ല. രണ്ടായിരത്തി 2023 അതിനു മുൻപും ശേഷവും ഇസ്രായേൽ ഫലസ്തീനി കുട്ടികളെ വധിച്ചതിന് കണക്കും തെളിവുമുണ്ട്. എന്നാൽ ഹമാസ് തലവെട്ടിയും ചുട്ടും കുട്ടികളെ കൊന്നു എന്ന കഥക്കാകട്ടെ ഒരു തെളിവും ഒരന്വേഷണത്തിലും ലഭിച്ചില്ല. പക്ഷെ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ ശിശുഹത്യകൾക്ക് വാർത്താ പ്രാധാന്യം കുറയാൻ ആ കള്ളക്കഥകൾ സഹായിച്ചു. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കനുസരിച്ച് 2023 ഒക്ടോബർ 7 ഒരേയൊരു കുഞ്ഞാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത്, മില കോഹൻ. വെടിയേറ്റായിരുന്നു മരണം. ഹമാസ് ഇസ്രായേലി പോരാളികൾ പരസ്പരം വെടിവെച്ചതിൽ പെട്ടുപോയതാണത്രേ. ആരുടെ തോക്കിൽ നിന്നുള്ള വെടിയാണ് കുഞ്ഞിന് കൊണ്ടത് എന്ന് കണ്ടെത്താനായിട്ടില്ല. ഇസ്രായേലി പത്രങ്ങളടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്, മീഡിയ സ്കാനിൽ പല വട്ടം പറഞ്ഞതുമാണ്. പക്ഷേ ഇപ്പോൾ ട്രംപ് നെതന്യാഹുമൊത്ത് പത്രക്കാരോട് ആ കഥ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. The Israelis have stood strong and united in the face of an enemy that has kidnapped, tortured, raped and slaughtered innocent men, women, children, and even little babies. On that infamous day, Hamas monsters savagely murdered 1,200 innocent people, including more than 40 Americans. They beheaded men, they raped women, they burnt babies alive, and they took 251 people hostage. ബന്ദികളെ പിടികൂടി എന്നതൊഴിച്ചാൽ ബാക്കി വ്യാജം. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നടന്നു. വംശീയവാദികൾ അത്തരം വ്യാജങ്ങളിൽ പിടിച്ച് വംശഹത്യയെ ന്യായീകരിച്ചു. ഡബിൾ ഡൗൺ ന്യൂസിലെ റിച്ചർഡ് സാൻഡേഴ്സ് പറയുന്നു, നെതന്യാഹു ജോ ബൈഡനോട് പറഞ്ഞത് വെച്ച് തന്നെ അത് വ്യാജമാണ് എന്ന് തെളിയിക്കാനാകും. കാരണം നെതന്യാഹു സൂചിപ്പിച്ച വീട്ടിൽ അന്ന് ആക്രമണമുണ്ടായത് ഇസ്രായേലി സൈനികരിൽ നിന്നാണ്. Phone call which Netanyahu makes to President Biden, where he repeats this story. In fact, he embellishes it. They took dozens of children, bound them up, burned them, and executed them. Terribly important, this, because it was entirely untrue. We know the house he's talking about. He's talking about the house in Kibbutz Be'eri, which was the house that was stormed by Israeli police and military, and where it is almost certain that all of the hostages were killed by the Israeli police and military. ശിശുഹത്യ, കൂട്ടപീഡനം തുടങ്ങിയ കഥകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതോടെ
ഇസ്രായേലിൻ്റെ താൽപ്പര്യം നടന്നു. ഇത് ഇസ്രായേലിൻ്റെ പതിവ് തന്ത്രം തന്നെ എന്ന് സാൻഡേഴ്സ്. ഫലസ്തീൻകാർ പിശാചുക്കളാണ് എന്ന് വരുത്തിയാൽ അവരോട് എന്ത് ക്രൂരത ചെയ്താലും ലോകം എതിർക്കില്ല. The Israeli government and its supporters, when they justify the brutality of the subsequent bombardment and invasion of the Gaza Strip, again and again and again, what they always reference is babies and rape. Young girls who were raped and then murdered. Women brutally raped and murdered. Little kids who are beheaded. Pictures of terrorists beheading children. These bastards put these babies in an oven and put on the oven. We found the kid a few hours later. This is something you see in previous conflicts as well. പത്രങ്ങളിലെ വ്യാജങ്ങൾ നന്നായി പ്രചരിച്ചു. അവ തെറ്റാണെന്ന് തെളിഞ്ഞതാകട്ടെ അധികമാരും അറിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ട്രംപും നെതന്യാഹുവും പല കുറി പൊളിച്ചു കാട്ടപ്പെട്ട കള്ളം മാധ്യമങ്ങളോട് ആവർത്തിച്ചപ്പോൾ അത് കേട്ട റിപ്പോർട്ടർമാർക്ക് ഒന്ന് തിരിച്ചു ചോദിക്കാമായിരുന്നു. ആരും അത് ചെയ്തില്ല. The Israelis have stood strong and united in the face of an enemy that has kidnapped, tortured, raped, and slaughtered innocent men, women, children, and even little babies. On that infamous day, Hamas monsters savagely murdered 1,200 innocent people, including more than 40 Americans. They beheaded men, they raped women, they burnt babies alive, and they took 251 people hostage. 1200 സിവിലിയന്മാരെ ഹമാസുകാർ മൃഗീയമായി കൊന്നു എന്ന് നെതന്യാഹു. അതും തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞ വാദം. കുറേ പേർ കൊല്ലപ്പെട്ടത് ഇരുപക്ഷവും തമ്മിലുള്ള വെടിവെപ്പിലാണ്. അതിനു പുറമെ ബന്ദികളാകാൻ ഇടയുള്ള സ്വന്തം നാട്ടുകാരെ കൊന്നുകളയുക എന്ന സയനിസ്റ്റ് സൈന്യത്തിൻ്റെ ഹാനിബൽ നയമനുസരിച്ച് അവർ തന്നെ നൂറുകണക്കിന് ഇസ്രായേലികളെ കൊന്നു. ദ ഗ്രേ സോണിലെ മാക്സ് ബ്ലൂമെന്താൾ. You have Kibbutz Be'eri, where there was tank shelling, and then you have these Apache helicopter pilots in the air who were stating in their testimonies in Hebrew to Israeli media that they had no intelligence, no way of distinguishing civilian from combatant on the ground, and yet they were told to empty their tanks, just completely unload their ammo, then head back to the base, get filled up again, reload, and then go shoot as many cars and people as they can on the ground. Pure chaos. ഇസ്രായേലികളെ കൊന്നത് ഇസ്രായേലി സൈന്യവും പോലീസും തന്നെ എന്ന് സ്വതന്ത്ര മാധ്യമങ്ങൾ തെളിവ് സഹിതം സ്ഥാപിച്ചു. ഇസ്രായേലി പത്രമായ ഹാരറ്റ്സും ഇതിന് ധാരാളം തെളിവുകൾ നൽകി. ഇസ്രായേലി റിസർവ് പൈലറ്റ് കേണൽ എറസ് ക്രേഡിൽ എന്ന പോർട്ടലിനോട് പറഞ്ഞത് അന്ന് നടന്നത് കൂട്ട ഹാനിബൽ ആണ് എന്നത്രേ. זה היה חניבל המוני, זה היה המון פתחים בגדר ואלפי אנשים על כל סוגי כלי הרכב למיניהם. എന്തിനേറെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നു സൈന്യത്തിന് സ്വന്തം നാട്ടുകാരെ കൊല്ലേണ്ടി വന്നു എന്ന്. ഇത്രയൊക്കെ തെളിവുണ്ടായിട്ടും കള്ളം ആവർത്തിക്കാൻ ട്രംപിനും നെതന്യാഹുവിനും കഴിയുന്നത് മറുചോദ്യം ചോദിക്കാതെ എല്ലാം പകർത്തിയെടുക്കുന്ന റിപ്പോർട്ടർമാരാണ് മുന്നിൽ എന്നതുകൊണ്ടാണ്. അലോസരമുണ്ടാക്കുന്ന റിപ്പോർട്ടർമാരെ അവർ അനുവദിക്കാൻ ഇടയില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നേർക്കുനേരെ ഉത്തരവും കിട്ടില്ല. പുതിയ പ്രസ് സെക്രട്ടറി കാരലൈൻ ലെവറ്റ് ആദ്യ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ നിങ്ങളുടെ കള്ളത്തരമൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ്. ഇരിപ്പിടത്തിൽ ടിക്ടോക്കർമാർക്കും പോഡ്കാസ്റ്റർമാർക്കും ബ്ലോഗർമാർക്കുമൊക്കെ പ്രഥമ സ്ഥാനം. ട്രംപിനെ ജയിപ്പിച്ചവരാണല്ലോ അവർ. To Washington now, where this past week journalists were given a taste of the kind of treatment they can expect from President Donald Trump's new administration. Ryan Coles has been following this story. The first press briefing of the second Trump presidency took place fronted by a 27-year-old, Karoline Leavitt, the youngest ever White House press secretary. And right off the bat, she said a few things straight. We know for a fact there have been lies that have been pushed by many legacy media outlets in this country about this president, about his family, and we will not accept that. We will call you out. There had been some speculation as to possible changes to the briefing room seating plan. That's the list of media outlets to get a permanent seat, and importantly, how close to the action they get to sit. Instead, the White House will be inviting TikTokers, bloggers, and podcasters to sit next to the podium in spots usually occupied by staffers, a recognition perhaps of the role those kinds of voices played in President Trump's campaign.
പക്ഷേ ഏറ്റവും പ്രായമേറിയ US പ്രസിഡന്റിന് കീഴിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസ് സെക്രട്ടറി സൃഷ്ടിച്ച പ്രധാന കൗതുകം മറ്റൊന്നായിരുന്നു. പ്രൈമറി സ്കൂൾ കുട്ടിയിൽ മാത്രം പ്രതീക്ഷിക്കാവുന്ന വിവരക്കേട്. തുടക്കം അതിബുദ്ധിമാനെന്ന് ഭാവിക്കുന്ന കോടീശ്വരൻ ഇലോൺ മസ്കിൽ. പ്രസിഡന്റ് ട്രംപ് ഒരു കാര്യക്ഷമതാ വകുപ്പ് തുടങ്ങി മസ്കിനെ അതിൻ്റെ തലവനാക്കി. അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്ന ധനസഹായം വെട്ടിക്കുറക്കലാണ് കാര്യക്ഷമത എന്ന് മസ്ക് കരുതുന്നു. മസ്ക് പറയുന്നതൊക്കെ ട്രംപ് അനുസരിക്കുന്നു. അക്കൂട്ടത്തിൽ ഗസയിലേക്ക് കോണ്ടമിന് വേണ്ടി അയച്ച $5 കോടി പെടുമത്രേ. മുൻ സർക്കാർ അനുവദിച്ചതാണത്രേ. അനുവദിച്ചില്ലെന്ന് അവർ. ട്രംപിന് പക്ഷേ സംശയമൊന്നുമില്ല. Merely looking at parts of the big bureaucracy where there has been tremendous waste and fraud and abuse. In that process, we identified and stopped $50 million being sent to Gaza to buy condoms for Hamas. 50 million. And you know what's happened to them? They've used them as a method of making bombs. അതാണ് ഗസക്കാർ $5 കോടി കോണ്ടം കൊണ്ട് ബോംബുണ്ടാക്കുകയാണെന്ന്. അത് നിർത്തലാക്കാനുള്ള ധീരമായ തീരുമാനം പുതിയ പ്രസ് സെക്രട്ടറി ലെവറ്റ് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. DOJ and OMB also found that there was about to be $50 million taxpayer dollars that went out the door to fund condoms in Gaza. That is a preposterous waste of taxpayer money. So that's what this pause is focused on, being good stewards of tax dollars. ആരും അറിയാതിരുന്ന ഈ ബോംബിടപാട് കണ്ടെത്തി ഒഴിവാക്കിയ മസ്കിനെ അഭിനന്ദിക്കാതെ എങ്ങനെ? പക്ഷെ ചിലർ ഇതൊന്ന് ഫാക്ട് ചെക്ക് ചെയ്തു. നോക്കുമ്പോൾ സംഗതി സത്യമല്ല. ZTO ചാനലിൽ നിന്ന്. We've made it through the first 2 weeks of the new Trump administration. And shocker, we've already got a mountain of ridiculous lies, just like the first go-around. But I think this week's award for least real claim goes to Trump Press Secretary Caroline Leavitt for this comment she made on Tuesday. DOJ and OMB also found that there was about to be $50 million taxpayer dollars that went out the door to fund condoms in Gaza. First of all, this didn't happen, as far as anyone can tell. USAID didn't send a single penny in contraceptives to Gaza in the last year. അപ്പോൾ ഈ പണം എങ്ങോട്ട് പോകുന്നു? ഗാസയിലേക്ക്. ഫലസ്തീനിലെ ഗസയിലേക്കല്ല, ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ ഒരു പ്രവിശ്യയുണ്ട് ഗാസ, അവിടേക്ക്. But this entire situation gets even dumber, because we did send condoms, albeit not a billion of them, to Gaza, Mozambique. Its smallest province, coincidentally named Gaza, received federally funded aid through the Elizabeth Glaser Pediatric AIDS Foundation. ഇന്റർനെറ്റിൽ നോക്കിയാൽ ആർക്കും കിട്ടുന്ന വിവരം പോലും ട്രംപിന്റെ കീഴിലുള്ള മസ്ക് കാര്യക്ഷമതാ വകുപ്പിനില്ല എന്നർത്ഥം. മസ്കിനോട് മാധ്യമങ്ങൾ ചോദിച്ചു. എനിക്ക് തെറ്റിയതല്ലേ എന്ന് ലളിതമായ ഉത്തരം. Mr. Musk, you said on X that an example of the fraud that you have cited was $50 million of condoms was sent to Gaza. But after fact-check this, it apparently Gaza in Mozambique, and the program was to protect them against HIV. So can you correct the statements? It wasn't sent to Hamas, actually. It was sent to Mozambique, which makes sense why condoms was sent there. Yeah. And how can we make sure that all the statements that you said were correct, so we can trust what you say? Well, first of all, some of the things that I say will be incorrect and should be correct. എന്തൊരു കാര്യക്ഷമത! 6000 കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലങ്ങൾ മാറിപ്പോകുന്ന ഭൂമിശാസ്ത്ര വിജ്ഞാനം. ചില പത്രങ്ങൾക്ക് പോലും ആദ്യം ഈ അമളി മനസ്സിലായില്ല. ഏതായാലും ഒരു സർക്കാരിന് ഉണ്ടാകേണ്ട പ്രാഥമിക വിവരം മാധ്യമങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ട്രംപ് സർക്കാരിൻ്റെ നടപടികളും അവയ്ക്കാധാരമായ വിവരങ്ങളും ഏത് നിലവാരത്തിലാകുമെന്ന് എല്ലാവരും അറിഞ്ഞു. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും അമേരിക്കൻ സർക്കാരിൻ്റെ വംശീയ സമീപനത്തെ തിരിച്ചറിയാനോ തിരിച്ചറിഞ്ഞാൽ തന്നെ തുറന്നു കാട്ടാനോ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല. ഗസ താൻ പിടിച്ചെടുക്കും, ജനങ്ങളെ മറ്റ് രാജ്യങ്ങളിലേക്ക് അയച്ച് ഗസയെ ഉല്ലാസകേന്ദ്രമാക്കും എന്നൊക്കെയുള്ള ട്രംപിൻ്റെ പ്രസ്താവന പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഭാഷ നോക്കുക. വംശീയ ഉന്മൂലനത്തെ, വംശഹത്യയെ വെറും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായി ഒരു ഭരണാധികാരി കാണുമ്പോൾ അതൊന്ന് സൂചിപ്പിക്കാനെങ്കിലും മാധ്യമങ്ങൾക്ക് കഴിയേണ്ടതായിരുന്നു. പക്ഷേ തലക്കെട്ടുകൾ നോക്കുക. അസോസിയേറ്റഡ് പ്രസ്, ഗസയുടെ ഉടമാവകാശ പദ്ധതി. എന്ത് ലാഘവത്തോടെയാണ് ഒരു ഭീകര കുറ്റത്തെ കാണുന്നത്. ട്രംപിൻ്റേത് ഭൂമി വാങ്ങി റീഡെവലപ്പ് ചെയ്യുന്ന പദ്ധതി എന്ന് CNN.
ഒരു പദ്ധതി പ്രപ്പോസൽ എന്ന് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിക്കുന്നത് ഗസയിലേക്ക് മടങ്ങാൻ നാട്ടുകാരെ അനുവദിക്കില്ല എന്ന ഉന്മൂലന പ്രഖ്യാപനത്തെയാണ്. BBC-ക്കും അതൊരു സാധാരണ ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ മാത്രം. CNN-ന്റെ മറ്റൊരു തലക്കെട്ട് ഗസ ഏറ്റെടുക്കുക എന്നത് ട്രംപിൻ്റെ ഒരു ഉഗ്രൻ ആശയം എന്ന്. ഒരു അറപ്പുമില്ലാതെ മാധ്യമങ്ങൾ സ്വന്തം വംശീയത വെളിപ്പെടുത്തുന്നു. ഒരു ഉദാഹരണം കൂടി നോക്കാം. ഗസക്കും ഹമാസിനുമെതിരെ ട്രംപിൻ്റെ ഭീഷണി. ശനിയാഴ്ചയോടെ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ കാണാമെന്ന്. ബന്ദി കൈമാറ്റത്തിൻ്റെ അടുത്ത ഊഴം നീട്ടിവെക്കുകയാണെന്ന് ഹമാസ് അതിനിടെ അറിയിച്ചു. അവരതിന് കാരണവും പറഞ്ഞു. വെടിനിർത്തൽ കരാർ ഇസ്രായേൽ നിരന്തരം ലംഘിക്കുന്നു. ആ കാരണം കൂടി ചേർക്കുമ്പോഴേ തലക്കെട്ടിന് പൂർണ്ണതയുണ്ടാകൂ. ഇല്ലെങ്കിൽ അത് ഇസ്രായേലി പക്ഷം പറയലാകും. മലയാള പത്രങ്ങൾ പൊതുവെ ഈ മര്യാദ പാലിച്ചു. വസ്തുതകളും ഹമാസ് പറയുന്നതാണ്. വെടിനിർത്തലിന് ശേഷവും വെടി തുടർന്നു. 110 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ കരാറിന് വിരുദ്ധമായി കൊല തുടരുന്നു. ദുരിതാശ്വാസ ട്രക്കുകൾ കടത്തിവിടുന്നില്ല. ടെന്റുകൾ അനുവദിക്കുന്നില്ല. ചികിത്സക്കായി സഞ്ചാരം സമ്മതിക്കുന്നില്ല. ഇങ്ങനെ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നത് കൊണ്ട് ബന്ദിമോചനം വൈകിപ്പിക്കുകയാണെന്ന് ഹമാസ്. റോയിറ്റേഴ്സിൻ്റെ ഈ തലക്കെട്ട് കൃത്യമാണ്. എന്നാൽ വേറെ തലക്കെട്ടുകൾ കണ്ടാൽ തോന്നുക ഹമാസ് ഏകപക്ഷീയമായി ബന്ദിമോചനം മുടക്കി വെടിനിർത്തൽ പരാജയപ്പെടുത്തുകയാണ് എന്നാണ്. ഹമാസ് ബന്ദിമോചനം മാറ്റുന്നു ന്യൂയോർക്ക് ടൈംസ്. കാരണം തലക്കെട്ടിലില്ല. AP റിപ്പോർട്ടിലും സ്കൈ ന്യൂസിലും മറ്റ് പലതിലും ഹമാസ് വെറുതെ സമാധാനം തകർക്കുകയാണെന്ന ധ്വനി ഇതിലെല്ലാം ഉണ്ട്. ഇതാണ് വാർത്തകളിലെ സ്പിന്നിംഗ് തന്ത്രം. പ്രകടമായി നുണ പറയാതെ തന്നെ അസത്യം പ്രചരിപ്പിക്കുന്ന തന്ത്രം. വാർത്ത വളച്ചൊടിക്കുന്ന സൂത്രം. ഇസ്രായേൽ കള്ളം പറയുന്നു. മാധ്യമങ്ങൾ പരോക്ഷമായി വ്യാജ ആഖ്യാനം സൃഷ്ടിക്കുന്നു.